മോളെ പരീക്ഷയല്ലേ, പഠിക്കണ്ടേ? മോൾ ഉറങ്ങിക്കോ. മോഹനോട് സ്ഥിരം നടക്കാൻ വരാറുണ്ടോ? അങ്ങനെയുള്ള ദൂശ്യമൊന്നും എനിക്ക് നേരത്തില്ല. പിന്നെ എന്താ ഇവിടെ? അല്ല, ഞാൻ ആശാനെ കാണാൻ തന്നെ വന്നാണ്. എന്താ കാര്യം? ആശാനെ പണച്ചാക്ക് നേടണ്ട കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആളെന്ന് കണ്ടെന്ന് മാത്രമല്ല, ആശാന്റെ വീട് സ്ഥലം ഞാൻ കച്ചവടമാക്കിയിട്ട് വരുന്നത്. രഹസ്യം പാർട്ടി എന്ന് പറഞ്ഞ രഹസ്യം പാർട്ടിയാ. ഇനി എഴുത്തൂത്ത് എന്ന് നടത്താന്ന് മാത്രം ആശാൻ പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം കറണ്ട് പോലെ ടക്കിനെ നടത്തും. എന്റെ വീട് സ്ഥലം കൊടുക്കാൻ പോകുന്നത് നിന്നോട് ആരാ പറഞ്ഞേ? പുഷ്പരാജൻ, ആശാനെ വരുമോൻ. അല്ലാതെ ആര് പറയാൻ? പുഷ്പരാജൻ? നീ അല്ലാതെ അവന്റെ വാക്കും കേട്ട് ഇറങ്ങുമോ? നീ നോക്കിക്കോ, നിന്നെയും കൂടെ അവൻ തൂക്കി വിറ്റുകളെ. അമ്മാതിരി മോലാവൻ. ഞാൻ പറഞ്ഞത് ആശാന്റെ മോക്ക് കൊടുക്കാന്ന് പറഞ്ഞ 4.5 സെന്റും വീടൂലേ പനവിള മുക്കിലുള്ളത്, അതാണ്. അല്ലാതെ ആശാൻ താമസിക്കുന്ന വീട് സ്ഥലം കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നീ കേട്ടാ അത് കൊടുക്കാൻ പോണെന്ന് ഞാൻ പറഞ്ഞത്? ഇല്ല, ഞാൻ കേട്ടില്ല. പക്ഷെ പുഷ്പരാൻ പറഞ്ഞ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഒരു ധാരണയിൽ എത്തിയെന്ന് പറഞ്ഞത്. അല്ല, എന്തായാലും ആശാൻ മൂത്തം കൊടുക്കാനുള്ളതല്ല. ആശാനെ നിന്ന് ഓക്കെ, അങ്ങോട്ടിരിക്കുക. എനിക്ക് നടന്ന് സംസാരിച്ച് ശ്വാസം കിട്ടൂല. പിന്നെ ഈ മണ്ണും കൂടി ആകുമ്പോഴേ കാലിലെ മസിൽ പിടിക്കും. ഓ പോയിരി ബാ. ആശാന് തിരുവാതിര നിർത്താമോ? കാര്യം പറഞ്ഞു. മോഹന, എന്റെ മോക്ക് എന്ത് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന പുഷ്പരാജൻ പറയുന്ന കണക്കിനല്ല ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആശാൻ എടുത്തടിച്ചിങ്ങനെ പറയല്ലേ, ഒന്നുകൂടി ആലോചിച്ചിട്ട് സമാധാനമായിട്ടൊരു തീരുമാനം എടുത്താൽ മതി. ഞാനതുവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആ പാർട്ടിനെ പിടിച്ചെടുത്തിക്കോളാം. ഇതിലിപ്പോൾ ആലോചിക്കാനും തീരുമാനിക്കാനൊന്നുമില്ല. നീ ആ പുഷ്പരാജന്റെ കാര്യം പറഞ്ഞ എന്റെ പറയാ വരരുത്. നീ ചെല്ല്. എല്ലാം ശരിയാന്ന് ഒരുമാതിരി കരപ്പനടിച്ച് തോർത്തു പോലെയല്ല. ആശാൻ ഇതുപോലെ ഒരു പാർട്ടിനെ ഒത്തിട്ടും പാടാണ്. ഇതാകുമ്പോൾ ടെക്കിന് കാര്യം നടക്കും, ചോദിക്കണ കാശും കയ്യിലിരിക്കും. ആശാൻ ഒന്നുകൂടി ഞാനേ 2 റൗണ്ട് കൂടെ നടന്നിട്ട് വരാം. നീ പോവല്ലേ? ഞാൻ കുറച്ചു നേരമൊക്കെ ഇരുന്നൊന്ന് ദേഹമൊക്കെ തണുപ്പിച്ചിട്ടേ പോണുള്ളൂ. ഓ അതെ, നടക്കുമ്പോൾ മനസ്സിരുത്തി ആലോചിച്ചിട്ടേ മാറ്റമുണ്ടെങ്കിൽ കുറച്ചായിട്ടൊന്ന് വിളിച്ച് പറയണേ. ഞാൻ കുറച്ചായിട്ട് വിളിക്കാം. ഹലോ, ബോറൻ സാറല്ലേ? റൂബൻ സാറല്ലേ? ഞാനാ മോനാ. മോഹനാണ്. അത് നമ്മൾ നേരത്തെ ഒരു സ്ഥലത്തിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായില്ലേ? ഓണർ അത്യാവശ്യമായിട്ടൊന്ന് കോയമ്പത്തൂർ വരെ പോയേക്കണ കാരണവേ വന്ന ടക്കനെ നമുക്ക് നീക്കമൊക്കെ ഉണ്ടാക്കാം.
പെട്ടെന്ന് വേണം. ശരി സാറേ, ഓക്കെ. എന്നാ വെച്ചോ. ആ. ആ ചേച്ചി, നീ വിളിച്ചിരുന്നല്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നടാ നിന്നെ. എന്താ ചേച്ചി വിശേഷിച്ച്? എടാ, റീനമോൾ ഇവിടെ വന്നിട്ടുണ്ട്. കുറെ നാളായില്ലേ അവള് നിന്നെ വിളിച്ചിട്ട്. നീ ഫോൺ കട്ട് ചെയ്യ്, ഞാൻ നിന്നെ വീഡിയോ കോളിൽ അങ്ങോട്ട് വിളിക്കാം. ശരി ചേച്ചി. ഫോൺ വെച്ചോ. ഇതാ മോളെ, അച്ഛനാ. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു മോളെ? ജോലി കുഴപ്പമില്ല അച്ഛാ. നീ എത്ര ദിവസമായിരുന്നു വിളിച്ചിട്ട്? ഞാൻ വിളിക്കുമ്പോൾ തിരിച്ചെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ? ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നതല്ലേ? അച്ഛാ, എനിക്കങ്ങനെ സംസാരിക്കാനൊന്നുമില്ല, അതാ വിളിക്കാത്ത. നീ എന്നെ വിളിക്കണ്ട, ഗിരിജാൻ്റെ ഒന്ന് വിളിച്ചുകൂടെ? നീ ജീവിച്ചിരിക്കുന്നെങ്കിലും ഒന്ന് എനിക്കറിയണ്ടേ? വിളിക്കാം. എത്ര നാളെന്ന് വെച്ചിട്ടാ മോളെ നീ അവിടെ ഒറ്റയ്ക്ക് കഴിയുന്നേ? നാട്ടിലോട്ട് വരുന്ന കാര്യം മോളെന്തെങ്കിലും തീരുമാനിച്ചോ? മോക്കവിടെ സുഖമാണോ? സുഖാണ്. അച്ഛന് സുഖമാണോ? അച്ഛന് സുഖമാണ്. അച്ഛാ, ക്യാബ് വരാറായി. ആ. ഞാൻ ഗിരിജാൻ്റെ കൊടുക്കാം. ഇടയ്ക്ക് വിളിക്കണേ മോളെ കേട്ടാ. ശരി അച്ഛാ. സന്തോഷമായിട്ടിരി. ശരി മോളെ, ഡീ പോയാലും നീ ഇടയ്ക്ക് വരില്ലേ? വരുമല്ലോ. ശരി, വരാം. നീ സമാധാനമായിട്ടിരിക്കടാ. ഒന്നുമില്ലെങ്കിലും അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പോയി അവളെ കാണില്ലേ. ചേച്ചി അവിടെ ഉള്ളതാണ് എൻ്റെ ഒരു ആശ്വാസം ചേച്ചി. നീ വിഷമിക്കണ്ടടാ, ഇപ്പൊ പഴയതിനൊക്കെ മാറ്റമില്ലേ. നീ വെയ് ഫോൺ, ഞാൻ പിന്നെ നിന്നെ വിളിച്ചോളാം. ശരി ചേച്ചി. ആശാനെ, എവിടെ പോയി കിടക്കായിരുന്നു തന്നെ രാമാനുജ? തേങ്ങ എല്ലാം കിടന്ന് കൊപ്രയായിക്കാണ്. ഈ മാസത്തെ വെട്ടൂടെ കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നല്ലോ. ആശ ഇത് കണ്ട നാഗർകോവിൽ ലോഡും കൊണ്ടുപോയത്. ലോഡും എടുത്തുകൊണ്ട് ഇറങ്ങി നടന്നു പോയി കണക്കുന്നൊരു സൗണ്ട് കേട്ടു. ഞാൻ വിചാരിച്ച എല്ലാം കൂടെ ഒടുങ്ങി ഇറങ്ങി പോയെന്ന്. ഭാഗ്യത്തിന് പൊട്ടലൊന്നും ഇല്ല കേട്ടാ, പക്ഷെ നീരും വേദന സഹിക്കാൻ വയ്യ. പക്ഷെ ഞാൻ ആലോചിക്കണം അതല്ല ആശാനെ, ഈ ഒരു മാസമായിട്ട് നീര് കുറയാത്ത ലോജിക്ക് എന്തിരുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് എണ്ണ ഇട്ട പിടിച്ചാൽ നിങ്ങൾ മാറിക്കോളും. അതിനും കൂടെ ആണല്ലോ ഞാൻ വന്നത്. ഒരു പിടി പിടിക്കണം. ആ, തേങ്ങ ഇവിടെ കിടക്കണം. തേങ്ങയൊക്കെ പിന്നെ എടുക്കാം, നമുക്ക് വാ ഊണ് കഴിക്കാം. ആ, അത് നല്ലതായിരിക്കും. നിനക്കിന്ന് പോകണ്ടല്ലോ. അയ്യോ, പോണം. പെണ്ണും മുള്ളും ചെറുക്കനോട് ഒറ്റയ്ക്കേ ഉള്ളൂ. കുറെ നാളായില്ലേ ഞാൻ നിന്റെ അടുത്ത് പറയണു സ്ഥലത്തിന്റെ കാര്യം നിന്റെ തന്തേടെ അടുത്ത് പറയാൻ. ഇതുവരെ പറഞ്ഞില്ല അല്ലടി. എന്തടി നിന്റെ വായിൽ പഴം തിരികെ വെച്ചേക്കണം. എന്ത് വസ്തു കണ്ടിട്ടാണ് കല്യാണം കഴിച്ചത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള കഴിവില്ലേ? തന്നെടി ഞാൻ കഴിവട്ടം തന്നെടി. കഴിവ് നീ കാണാൻ കിടക്കുന്നതല്ലോടി. കഴിവില്ലാത്തവന്റെ കൂടെ എന്തിനാടി നീ ഇറങ്ങി വന്നത്? സ്ഥലത്തിന്റെ കാര്യം നിന്റെ തന്നേടത്ത് പറയൂ നീ? പറയൂന്ന് എന്തടി മിണ്ടാത്ത്? വാ തുറന്ന് പറയടി. പറയടി വാ തുറന്ന്. തന്റെ മൂടും കൂടി പറഞ്ഞ് കത്തിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. മനുഷ്യന്റെ ക്ഷണയ്ക്കൊരു അതിരുണ്ട് കേട്ടേ. ഓളെ കള്ളക്കരച്ചില് എന്റെ തന്തയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയാൾക്ക് എന്നെ അറിയില്ല. അച്ഛാ, ചായ. നീ ഇവിടെ ഇരി. എന്തിനാ മോളെ നീ ഇങ്ങനെ സഹിക്കണത്? നീ 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കി.
അപ്പോൾ മനസ്സിലാക്കട്ടെ നീ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ തന്നെ കണ്ടുപിടിച്ച ആളല്ലേ അച്ഛാ, ഞാൻ സഹിച്ചോളാം. ഇന്നലെ എന്തിനായിരുന്നു ബഹളം? ആ വീടും വസ്തു ഇപ്പം വിൽക്കണമെന്നാ പറയുന്നത്. ആ വീടും വസ്തുവും അത് നിനക്കുള്ളത് തന്നെ. ഇപ്പം അതിൽ നിന്ന് വാടകയിലും കിട്ടുന്നുണ്ട്. നീ അതോടെ വിറ്റ് തൊലച്ചാൽ നീ എന്തെടുത്ത് വെച്ച് ജീവിക്കും? അല്ല ഇവനിപ്പോൾ എന്തിനാ കാശ്? ടൗണിലൊരു കടമുറി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അവിടെ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാ പറയുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, അത് ഞാൻ കൊടുക്കാം. അവൻ ബിസിനസ് തുടങ്ങിയ ദൂർത്തടിക്കുക എന്താന്നാ കാണിച്ചോട്ട്. അവനോട് ഞാൻ വീട്ടിലുള്ളപ്പം വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറ. ഞാൻ ഇറങ്ങുക മോളെ. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാച്ചാ? ഞാൻ കഴിച്ചിട്ടാ മോളെ വന്നേ. ആ പുഷ്പരാനോ? വാ കയറി വാ. ഇത്രയും താമസിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിനി വരൂലായിരിക്കുന്നു. ആ പുഷ്പരാന ഇരിക്കും. പുഷ്പരാജ, ഇവിടെ ഭയങ്കര എലിശല്യം. ഒരു സാധനം വയ്ക്കാൻ പറ്റുന്നില്ല, എല്ലാം കടിച്ച് മൂർച്ച കളയും. ഇപ്പോഴെങ്കിലും അവനെ പൂട്ടിയില്ലെങ്കിലേ അവൻ ഈ വീട് നശിപ്പിച്ച് കളയും. പോയിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, ആ കാശ് കിട്ടിയിരുന്നെങ്കിൽ. ധൃതിയുണ്ടല്ലേ? തന്നെയാണോ വന്നത് അതോ? ഞാൻ ഒറ്റയ്ക്കാ വന്ന്. അടിച്ചിട്ടുണ്ടല്ലേ ചാരായം? എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോണത്? ഹോട്ടലാ, ടൗണിലെ കണ്ണായ സ്ഥലത്തൊരു കട കണ്ടു വെച്ചിട്ടുണ്ട്. ഈ കട ഈ പൈസക്ക് കിട്ടിയ ലാഭമാണ്. ഓണർ വേറെ ആരും ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. കഴിഞ്ഞു, ഇരിക്കേട്ടാ. ചെക്കാ? ആ ഇതുകൊണ്ട് വാങ്ങി കൊടുത്താൽ പൈസ കിട്ടൂലേ? ഷീജേ, അച്ഛാ 3-4 വട്ടം വിളിച്ചിരുന്നല്ലേ? പുഷ്പരാൻ ഇന്നലെ ഫോൺ മറന്നു വെച്ചിട്ടാണ് പോയത്. വിളിച്ചായിരുന്നു. ആ ആ ഞാൻ അവന് ഇന്നലെ ഒരു 5 ലക്ഷം രൂപ കൊടുത്തിരുന്നു. പറഞ്ഞിരുന്നാ? പറഞ്ഞായിരുന്നു. അവൻ എണീറ്റില്ലേ? പുറത്തോട്ട് പോയി. ആ എന്നാ ശരി മോളെ. മോളെ അവൻ്റെ അടുത്ത് ആ കാശ് നോക്കിയും കണ്ടും ചെലവാക്കാൻ പറയണം കേട്ടാ. ശരി മോളെ. ഹലോ, ആരായിരുന്നു? അങ്കിൾ, ഞാൻ റീനയുടെ ഫ്രണ്ടാണ്. ആ റീനയോട് വർക്ക് ചെയ്യുന്ന ആളാണോ? ഇല്ല അങ്കിൾ, ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാ. ആ ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ റീന ഉണ്ടാവുമെന്ന് അറിയാൻ അങ്കിൾ. റീന ഇവിടെ ഇല്ലല്ലോ മോളെ, അവളിപ്പോൾ ചെന്നൈയിൽ വർക്ക് ചെയ്യാണല്ലോ. അത് സാരമില്ല അങ്കിൾ, ഫോൺ നമ്പർ തന്നാൽ മതി. ആ ഞാനൊന്ന് നോക്കിയെടുത്ത് തരാമേ, ഒന്ന് ഹോൾഡ് ചെയ്യും. ഞങ്ങൾ നോട്ട് ചെയ്തോളാം. 954654541342. ഓക്കെ അങ്കിൾ, ഓക്കെ, താങ്ക് യു. അങ്ങനെ അവരുടെ കാര്യം ഓക്കെ ആയി. നമ്മളെങ്ങനെ ജാസ്മിനെ? അതെ സാർ, ഇപ്പൊ തൽക്കാലം വണ്ടി ഓടിക്കേ, ബാക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാവേ.
അച്ഛൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? വാ, നീ വല്ലതും കഴിച്ചായിരുന്നോ? അങ്ങനെ കാണാനായിട്ട് 4 ദിവസം അയച്ചാ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഞാൻ പിറ്റേന്ന് വീട്ടിൽ വന്നപ്പോൾ നീ പറഞ്ഞെന്താ? അപ്പുറത്തോട്ട് പോയെന്നല്ലേ? അത് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞതാ. അല്ലെങ്കിലും പുഷ്പേട്ടനെ കണ്ണെടുത്ത കണ്ടുവിടല്ലോ. അപ്പോൾ ഞാൻ തന്ന 5 ലക്ഷത്തിന് തീരുമാനമായല്ലേ? കയ്യിലെ കാശ് ഇരുമ്പോൾ നൂല് പിടിച്ചോലെ അവനിങ്ങ് വന്നോളും. പണ്ട് അവനിങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഒരു തവണയല്ലേ പോയിട്ടുള്ളൂ. ഇനി ഒരു 2 ദിവസം കൂടെ നോക്കാം, അല്ലെങ്കിൽ പോലീസിലൊരു പരാതി എന്തെങ്കിലും കൊടുക്കാം. ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടാ വന്നത്. ഇവിടത്തെ അഡ്രസ്സാ കൊടുത്തത്. എനിക്കല്ലെങ്കിലും അഡ്രസ്സും ഒന്നുമില്ലല്ലോ. അഡ്രസ്സ് ഉണ്ടാക്കാൻ കൊടുത്ത കാശ് കൊണ്ടാണല്ലോ അവൻ മുങ്ങിയത്. എന്റെ കഷ്ടകാലം ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ ദൈവമേ. എല്ലാവർക്കും കഷ്ടകാലം വരും, പക്ഷെ എനിക്ക് വരുമ്പോൾ മാത്രം ലോറി പിടിച്ചു വരും, ലോഡ് കണക്കിന്. ഞാനിപ്പോൾ എന്ത് പറയാൻ? അവൻ്റെ കാര്യം എന്തായാലും പോലീസുകാർ നോക്കിക്കോളും. നീ ഒന്ന് അടങ്ങ്. അതല്ല അച്ഛാ, പുഷ്പേട്ടന്റെ കയ്യിലെ കാശ് പിടിച്ചെടുക്കാൻ അങ്ങേരെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്തോ. എനിക്ക് പേടിയാവുന്നു. എനിക്കങ്ങനെ ഒരു പേടിയൊന്നുമില്ല. അവനായിട്ട് ആരെങ്കിലും പോയി ഉപദ്രവിച്ചാലോ. നീ വാ, നമുക്ക് വല്ലതും കഴിക്കാം. എനിക്കൊന്നും വേണ്ട. നീ വിശന്നിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? നല്ല വറുത്തരച്ച മീൻകറിയൊക്കെ കൊണ്ട് വേണേ. പുഷ്പേട്ടനെ കണ്ടു കിട്ടുന്നവരെ ഞാൻ ജലപാനം കഴിക്കൂല. മോനെ നീ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഇപ്പൊ കാണിച്ചതേ. വേണ്ട. എനിക്ക് വേണ്ട. നേരമായി. കഴിക്ക് 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 കഴിക്ക്. എനിക്ക് നീ അവനെ ഇങ്ങനെ വഴക്ക് പറയല്ലേ? ഒന്നും കഴിക്കില്ല അച്ഛാ, ഇരിക്കുന്ന കണ്ടില്ലേ അവൻ. എനിക്ക് വേണ്ട. ഊരുരുള കഴിക്കും മോനെ. എനിക്കിപ്പോ വേണ്ട. അച്ഛ ഇത് ആർക്കാ ചോറെടുക്കുന്നേ? ഇവിടെ 3-4 പൂച്ചകളുണ്ട്. രാത്രി കിടക്കാൻ നേരം ജനലിന്റെ അവിടെ വരും. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. എനിക്കിതൊക്കെ തന്നെയല്ലോ ഒരു രസം. അല്ലാതെ എന്താ? നീ നിനക്ക് വേണ്ട എന്നാ കഴിക്ക്. ചോറ് മാത്രമെങ്കിലും കഴിക്ക്. കഴിക്കടാ. ഞാനത് കൊടുത്തോട്ടെ കേട്ടാ. എടുക്കണോ? കഴിക്കടാ. എനിക്ക് വേണ്ട. മോനെ നീ അടി വാങ്ങിക്കും കേട്ടോ. ഇതാണ് ആള്. നിങ്ങളാണ് ഈ രവീന്ദ്രൻ? അതെ സാറേ. എന്താ? നമ്മൾ ഈ മണ്ണാമല സ്റ്റേഷനിൽ നിന്ന് വരികയാണ്. പുഷ്പരാജനെ കാണാനില്ലെന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയായിരുന്നു. പുഷ്പരാജനെ കാണാനില്ല, അതൊക്കെ ശരി തന്നെ സാറേ. പക്ഷെ പരാതി കൊടുത്ത ഞാനല്ല, എൻ്റെ മോളാ. നിങ്ങൾ പുഷ്പരാജൻ ആരാ? എൻ്റെ മോളുടെ ഭർത്താവാണ്. പിന്നെ എന്താ ഈ പരാതി കൊടുത്തേ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാനല്ല പരാതി കൊടുത്തത്, മോളാ. സാധാരണ ഇങ്ങനെ പോവാറുണ്ടോ മൂപ്പർ? പിന്നല്ലാതെ അവൻ്റെ സ്ഥിരം പരിപാടിയാണ് സാറേ ഇത്. വരാതിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ മോക്ക് അത്രയും അടിയും തൊഴിയും കുറച്ച് കൊണ്ടാൽ മതിയല്ലോ. നിങ്ങൾ ആ ഷീജയെന്ന് വിളിച്ചാണ്? മോളും പുഷ്പരാജനും ഇവിടെ അല്ല താമസിക്കുന്നത്. അവള് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ അവളുടെ വീട്ടിലോട്ട് പോയി. ഇതാകെ കൺഫ്യൂഷൻ ആണല്ലോ സാറേ. ഈ ഷീജ ശരിക്കും നമ്മുടെ ശേഷം വരുന്നില്ല വരുന്നത്? പിന്നെ അതല്ല ഒരു പരാതി. ഫോൺ നമ്പർ ഒന്നും ഇല്ലല്ലോ. ഒന്ന് ഫോൺ നമ്പർ തരാൻ പറ്റുമോ ഷീജരെ? ഓ തരാം സാർ. പറ. 98 46 98 46 14 15 14 15 20. ആ 20. ഇയാളുടെ ജോലി എന്തായിരുന്നു? അവന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല സാറേ. നമ്മളൊന്ന് അന്വേഷിക്കട്ടെ. ഓ ചിലപ്പോൾ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കും. ഓ വരേണ്ടി വരും കേട്ടാ. സാറേ അയാൾ എന്തായിരിക്കും അവിടെ കുഴിച്ചിട്ടുണ്ടാവുക? നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. എടാ പട്ടാ പകൽ ആരെങ്കിലും കുഴിച്ചിടും? വെറും മണ്ടത്തരം പറയല്ലേ. സാറൊന്ന് ആലോചിച്ച് നോക്ക്. രവീന്ദ്ര, ഓ അവിടെ എന്താ കുഴിച്ചിട്ട്? ഇതൊരു ചത്ത പട്ടിയാണ് സാറേ. ചത്ത പട്ടിന്ന്? ഇതിലെന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്. അതല്ലേ അവിടെ കുഴിച്ചിട്ടത്? അയാൾ ആളെത്ര പഠിപ്പല്ല സാറേ. നിങ്ങൾ തമ്മിലൊരു പ്രശ്നം എന്തിനാണ്? അല്ല, നിങ്ങൾ തമ്മിലൊരു ബന്ധം എന്താണെന്ന് പറ.
സാറേ, എൻ്റെ മോള് കവിതയുടെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. കാലന് കെട്ടിക്കൊടുത്താലും ഇവന് കെട്ടിക്കൊടുക്കൂല. സാറേ, എന്നെ പോലെ നല്ല മാന്യായ പയ്യനല്ലാതെ ഇങ്ങനെ വേറെ ആരെങ്കിലും കിട്ടുമോ? ആണോ മാമൻ? എങ്കിൽ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് മാറിയിക്ക് കേട്ടാ. നിങ്ങളുടെ കവിതയുടെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനം എത്തും രണ്ടുപേരും കൂടെ കേട്ടാ. ശരി, അങ്ങോട്ട് മാറിയില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? വിരേറ്റ് കയറി വാ മോനാ. ആ അവിടേക്ക് ആ മോനാ. സർ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം വേണം. പറയാം സാറേ, ഉം? പറയാം. അപ്പോൾ ഈ പുഷ്പരാജനും മോഹനും തമ്മിൽ എന്താണ് പാട്? അത് ഈ പുഷ്പരാനി അടുത്ത് ഞാനൊരു കടമുറി ഏർപ്പാടായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ ഇടപാടില്ല സാറേ. ആ അത് ശരിയല്ലല്ലോ മോനാ. ഇല്ല സാർ. പുഷ്പരാജന്റെ ഭാര്യ പറഞ്ഞത് നിങ്ങൾ ഭയങ്കര അട്ടയും ചക്കരയും പോലെ അടത്താൻ പറ്റാത്ത ബന്ധാണെന്നാണല്ലോ. ഏയ് അങ്ങനെ വെച്ചാ മോനാ, എൻ്റെ കൈക്ക് വെറുതെ പണി ഉണ്ടാക്കൻ കള്ളം പറയുന്നു. കള്ളോ? ഞാൻ അത് പോട്ടെ മോനാ. അപ്പോൾ ഈ കടമുറിയുടെ വാടകയും എഗ്രിമെൻ്റ് എല്ലാം എങ്ങനെയാണ് സെറ്റിലാക്കിയത്? സാർ എഗ്രിമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ആളായിട്ട് ചെന്ന്. അപ്പൊ പൈസ ആയിട്ട് പുഷ്പരാജൻ വരാന്ന് പറഞ്ഞിട്ട് പുഷ്പരാജൻ വന്നില്ല. പിറ്റേ ദിവസമാണ് അറിയണത് പുഷ്പരാജൻ പൈസ ആയിട്ട് മുങ്ങി എന്നുള്ളത്. ആര് പറഞ്ഞു മുങ്ങി? ആര് പറഞ്ഞു മുങ്ങി എന്നുള്ളത് മറ്റേ രവിയാശാൻ പറഞ്ഞിട്ടാണ് ഞാൻ അറിയണത്. പുഷ്പരാജന്റെ മാമൻ അമ്മായച്ചൻ. ആ രവിയാസൻ എനിക്ക് നേരത്തെ അറിയാവോ? രവിയാശൻ ഇതുപോലെ തന്നെ രവിയാശന്റെ വീട്ടില് തലക്കച്ചവടം പറഞ്ഞ പുഷ്പരാനാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പൊ അവിടെ ചെന്നപ്പോ രവിയാശാൻ പറഞ്ഞ് ഇപ്പൊ സ്ഥലമൊന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങള്. ഈ പുഷ്പരാജന മോഹൻ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാ? അത് ഞാൻ അവസാനമായിട്ട് കണ്ടത് മറ്റേ ഒരു രവിയേട്ടൻ്റെ വീട്ടില് എന്തോ കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പയ്യന്റെ ബൈക്കിന്റെ പുറകെ കയറി പോയി. അതാണ് ഉണ്ടായത്. ബൈക്ക് ഒരു ഫുട്ബോൾ കളിക്കണ പയ്യന്റെ പിറകിലാണ് പേര്. അവന്റെ ടീഷർട്ടിന്റെ പുറകിൽ അവന്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു സാറേ. എന്തൊരു മറവിയുടെ ഇത്ര ആലോചിക്കാൻ എന്തിനും? എന്താണ് സാർ അവന്റെ പേര്? മറ്റേ എന്നോടോ? ആ റൊണാൾഡോ. അവന്റെ ടീഷർട്ടിന്റെ പുറകിൽ റൊണാൾഡോ എന്ന് എഴുതിയിട്ടുണ്ടായി. ഇവ എന്തൊരു തേങ്ങയുടെ പറയണ. ഈ പുഷ്പരാജനെ രവിയാശന്റെ വീട്ടിൽ പോയത് ഈ അവിടുത്തെ കടമുറിയുടെ അഡ്വാൻസ് വാങ്ങാനാണെന്ന് നിനക്കറിഞ്ഞൂടെ? എനിക്കറിയില്ല സാറേ. ഡേ മോനെ, നീ സത്യം പറയടാ മോനെ. സാറേ കുറച്ച് വെള്ളം തരും സാറേ. കുറച്ച് വെള്ളം കൊടു. പിന്നെന്താ? കുടി. നീ സാവകാശം കുടിച്ചാ പയ്യെ കുടിച്ചാ മതി. കുടി, പയ്യെ കുടി. കുടിക്കണേക്കെ കൊള്ളാം, പക്ഷെ നീ സത്യം പറയണം. പറയാം സാറേ. സാറേ, ഞാൻ താമസിക്കണ വീടിൻ്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ സത്യസന്ധനായിട്ട് സ്വഭാവമുള്ളവർത്തും താമസിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയണത്. നീ ആരെ കാര്യോടെ ഈ പറയണത്? എൻ്റെ കാര്യം തന്നെയാണ് സാറേ. അപ്പോൾ ഇത്ര സത്യസന്ധനായി ഞാൻ ഒരിക്കലും സാറിൻ്റെ മുഖത്ത് കള്ളം പറയൂ സാറേ. നീ ഇപ്പൊ എന്റെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്താടെ. ബൈക്കിൽ ആര് പോയി ആ പുഷ്പരാജനെയും കൊണ്ട്? അത് പറ. റൊണാൾഡോ. വലിച്ചിടക്കണം. എന്റെ സാറേ, ഇവൻ നാടകം കളിക്കുന്നു. നാടകം പോലീസ് സ്റ്റേഷനിൽ എടുക്കല്ലേ? 10:30 മണിക്ക് ഒരു പരിചയമില്ലാത്ത ഒരുത്തന്റെ ബൈക്കിന്റെ പിറകെ ഇത്രയും തുക പുഷ്പരാജ് ഒറ്റയ്ക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ മോഹന വിശ്വസിക്കാൻ പാടാ. മനസ്സിലായില്ലേ? അന്നവൻ നിന്റെ ബൈക്കിന്റെ പിറകെ ഇരുന്ന് പോയത് കണ്ടവരുണ്ട്. സാറിന്റെ സ്കൂട്ടർ കംപ്ലൈന്റ് ആയിരുന്നു. അത് നന്നാക്കാൻ ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കായിരുന്നു. പിന്നെ എങ്ങനെയാണ് സാറേ എന്റെ വണ്ടിയുടെ പുറകെ കയറി പോണത്? സാറേ, ഇവൻ മോഹന സത്യം പറ. സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ് സാറേ. എന്തോന്ന്? ഞാനല്ല ഇത് ചെയ്തേക്കണത്, മറഡോണ. എന്റെ മുഖത്ത് നോക്കി കുറച്ച് വെള്ളം കൊണ്ടാവന്. ആ വിനോദേ, എന്തിനുണ്ട് വിശേഷങ്ങൾ? ആണോ? അവരവിടെ ഉണ്ടാ? എന്നാ വന്നേ? നീ കണ്ട് സംസാരിച്ചിരുന്നോ? ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. ഉമ്മച്ചിതാ പൈസ ആയിരിക്കണേ. ഉറക്കമൊന്നും തീരെയില്ല അച്ഛന്. പിന്നെ ആരോടും സംസാരമില്ല. ഡിപ്രഷൻ പോലെ എന്താണെന്നു. എത്ര ദിവസമായി വന്നിട്ട്? 3 ദിവസമായി. വന്നതിനേക്കാളും ഭേദമുണ്ട്, പക്ഷെ മൊത്തത്തിൽ അങ്ങോട്ട് ശരിയായി. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? മരുന്നൊക്കെ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങ് തുപ്പിക്കളായി. കൂടെ ആരാ ഉള്ളത്? മോളാണെന്നൊന്ന് കൊണ്ടാക്കിയത്. ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ പോയത്. പിന്നെ ഏരിയ കണ്ടി ചെന്നില്ല. അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്.
അമ്പിളി സിസ്റ്ററെ, എന്നെ മനസ്സിലായോ? നമ്മളിവിടെ കുറേ നാള് ഒരുമിച്ച് ജോലി ചെയ്തതല്ലേ? രവി, ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ. നമ്മൾ ചായ കുടിക്കുന്നു, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നൊക്കെ ഒരുമിച്ചല്ലായിരുന്നു? ചോറും കറിയൊക്കെ ഷെയർ ചെയ്യുന്നത് അതൊന്നും ഓർക്കുന്നില്ല? ഞാനും വിനോദും ഒരിക്കൽ അമ്പിളി സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ കുറേ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു വന്നു, ഓർമ്മയില്ലേ? സിസ്റ്റർ കരയല്ലേ? ഇല്ല, മാറും. അവസാനമായിട്ട് രവീന്ദ്രൻ പുഷ്പരാജിനെ കാണുന്നത് എപ്പോഴാണ്? അവന് ടൗണിലൊരു കടമുറിക്ക് അഡ്വാൻസ് കൊടുക്കാൻ പൈസ തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്, പിന്നെ കണ്ടില്ല. എത്ര രൂപ കൊടുത്തു? 5 ലക്ഷം. ഇയാളുടെ ബാങ്കിലുണ്ടായിരുന്നോ അതോ എവിടെയെങ്കിലും മറിച്ചു കൊടുത്താണോ? ഞാനൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഷിജമോക്കുള്ളതാണെന്ന് പണ്ടേ തീരുമാനിച്ചിട്ടുള്ളതാണ്. അത് വിറ്റ് പൈസ വേണമെന്ന് ഈ പുഷ്പരാജൻ എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെന്ന് വെച്ചു. ആ വസ്തു കച്ചവടമായ അഡ്വാൻസിൽ നിന്നാണ് അവന് പൈസ കൊടുത്തത്. അതെ, ഈ 5 ലക്ഷം രൂപ ചോദിക്കാൻ പുഷ്പരാജ് അന്നവിടെ വന്നതിനെ പറ്റി അന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞില്ല ആശാനെ? അല്ല, അന്ന് ചോദിച്ചില്ല, പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന കേട്ടാ ഞാൻ എന്തോ മനഃപൂർവ്വം അഭയപ്പെടുത്താൻ ശ്രമിച്ചോലുണ്ടല്ലോ സാറേ. അല്ല, അങ്ങനെ സംശയിക്കാൻ കാരണമുണ്ട്. ഈ പുഷ്പരാജൻ്റെ ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ അവസാനം കാണിക്കുന്നത് ആശാൻ്റെ വീട്ടിലാണ്. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ്. പുഷ്പരാജൻ വീട്ടിൽ വന്ന് ഫോൺ മറന്നു വെച്ചിട്ടാണ് അന്ന് പോയത്. ഞാനാണ് ഫോൺ പിറ്റേന്ന് മോളുടെ വീട്ടിൽ കൊണ്ടാ കൊടുത്തത്. രവീന്ദ്രൻ വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. ശരി സാർ. രവീന്ദ്രൻ എന്താ തോന്നുന്നത്? എനിക്കെന്തിനു തോന്നിട്ട് എന്താ സാറേ? അവൻ പൈസ ആയിട്ട് മുങ്ങി, ഇനിയിപ്പോൾ തീരുമ്പോൾ പൊങ്ങും. പോയിക്കോളൂ. ഓ ശരി സാറേ.